ഒരു മൃഗത്തിന്റെ പേര് ചിന്തിക്കുക. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാവുള്ളേ. ഓക്കെ, ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആ ചിന്തിച്ച സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആരാ ചിന്തിച്ചത്? ആരാ? ദേവല്ലേ. ദേവല്ലേ ചിന്തിച്ച. ഞാൻ അതിൻ്റെ അടുത്താണ് കൊടുക്കുന്നത്. തുറന്നു നോക്കാൻ പാടില്ല, അവിടെ കീപ്പ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഒരു സ്ഥലത്ത് വെച്ചോ. ഓക്കെ, ഇനി ഏതാ ചിന്തിച്ചതെന്ന് പറഞ്ഞോ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാമോ ഇപ്പം കങ്കാരുവാണ്. പക്ഷെ ഞാനത് എഴുതി ഓൾറെഡി നിന്റെ അടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട കളറ് ചിന്തിക്കുക. ഇഷ്ടപ്പെട്ട ഒരു കളറ് ചിന്തിച്ച് ഇപ്പോൾ അവൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. ഞാൻ മുടക്കി അതിനടുത്ത് കൊടുക്കുകയാണ്. അതിപ്പോ നേരത്തെ വായിക്കൂ, കങ്കാരു വായിക്കൂ. നീ എന്നെ നോക്കിയാണല്ലോ ഇരിക്കുന്നത്. ഓക്കെ, ഇനി പറഞ്ഞോ. അത് ഏത് കളറാന്ന് പറയാലോ. ഓക്കെ, ബ്ലൂ കളറാണ് ചിന്തിച്ചത്. ഞാൻ ഓൾറെഡി എഴുതി തന്നു. ഇനി ഒരു എൻ്റെ ശരിക്കും കണ്ണടിച്ച് മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം. ഒരു ആരോ മാർക്ക് മനസ്സിൽ ചിന്തിക്കുക. ഓക്കെ, ഒരു ആരോ മാർക്ക് നമ്മൾ 4 സൈഡിലേക്കാണല്ലോ ഇടുക. ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ. ഓക്കെ, മനസ്സിലൊരു ആരോ മാർക്ക് ചിന്തിക്കുക. അല്ല, ചിന്തിച്ചു. ആരോ മാർക്ക് ചിന്തിച്ചില്ലേ? ആരോ മാർക്ക് ചിന്തിച്ചു. ഓക്കെ, ഇനി അത് അവൻ പറഞ്ഞോട്ടെ, എങ്ങോട്ടാന്നുള്ള പറഞ്ഞോട്ടെ. ഏത് സൈഡിലേക്കാണ് ചിന്തിച്ചത്? അപ്പ്. ഓക്കെ, ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ 3 പേപ്പർ കൊണ്ടെടുക്കും. 3 പേപ്പർ നീ അല്ലല്ലോ നോക്കുന്നത്, ഞാൻ എന്റെ നോക്കുന്നത്. നീ ആദ്യം മനസ്സിൽ വിചാരിച്ച മൃഗം ഏതായിരുന്നു? മാറ്റി പറയാവൻ. ഇവിടെ പ്രഖ്യാപിച്ചതാ. ഓക്കെ, ഞാൻ നേരത്തെ എഴുതിയവന്റെ അടുത്ത് കൊടുത്തിരുന്നു. അത് രണ്ടാമത് എഴുതിയതാ. പിന്നെ ഏതാ കളറ്? ബ്ലൂ. ഞാൻ എഴുതി കൊടുത്തു. ഞാൻ 3 ഹലോ, അത് ഏറെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവും, ഇങ്ങനെ പിടിച്ചെങ്കിൽ അല്ലാത്ത അല്ലാത്ത